ഹൗലേണിൻ്റെ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പിൽ ജൂലൈ മാസം 2024 വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സുകളെ പറ്റിയാണ്. പുതിയ ടൂളുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിൻ്റെ ബീറ്റ വേർഷനിൽ, അതായത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അഡോബ് ഫോട്ടോഷോപ്പിൻ്റെ ഒരു വേർഷൻ തന്നിരുന്നു. ആ ഒരു വേർഷനിൽ ഉണ്ടായിരുന്ന ചില ഫീച്ചേഴ്സ് ഇപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫോട്ടോഷോപ്പിൻ്റെ 2511 എന്ന് പറഞ്ഞിട്ടുള്ള വേർഷനിലാണ് ഈ ഒരു അപ്ഡേറ്റ്സുകൾ വന്നിട്ടുള്ളത്. നിങ്ങളുടെ വേർഷൻ ഏതാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് മെനുവിൽ പോവുക. അതിനുശേഷം ഇവിടെ എബൌട്ട് ഫോട്ടോഷോപ്പ് എന്ന് കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അഡോബ് ഫോട്ടോഷോപ്പിൻ്റെ താഴെ 2511 എന്ന് കാണാം. 2511 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റിലീസിലാണ് പുതിയതായിട്ടുള്ള നമ്മൾ പറയാൻ പോകുന്ന അപ്ഡേറ്റ്സുകൾ വന്നിട്ടുള്ളത്. ഫോട്ടോഷോപ്പിൽ നമുക്കറിയാം, ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പലതരത്തിലുള്ള സെലക്ഷനുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള സെലക്ഷനുകൾ ചെയ്യുമ്പോൾ നമ്മൾ പല ടൂളുകളാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അത്തരത്തിൽ സെലക്ഷൻ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുതിയ ടൂളാണ് വന്നിരിക്കുന്നത്. അതിന് നമ്മൾ സെലക്ഷൻ ബ്രഷ് ടൂൾ എന്നാണ് പറയുക. ആ ഒരു ടൂൾ വന്നിരിക്കുന്നത് ഈ ഒരു ലാസോ ടൂളിൻ്റെയൊക്കെ ഒപ്പമാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ലാസോ ടൂൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് 4 ടൂളുകൾ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. നേരത്തെ അത് 3 ടൂളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ലാസോ ടൂൾ, അതുപോലെ തന്നെ പോളിഗണൽ ലാസോ ടൂൾ, മാഗ്നറ്റിക് ലാസോ ടൂൾ, ഇങ്ങനെ 3 ടൂളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് സെലക്ഷൻ ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണ്. ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഏരിയ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുത്ത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ലാസോ ടൂളൊക്കെ ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഏരിയ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ മൗസിൽ നിന്നും ബട്ടൺ റിലീസ് ചെയ്യാതെ തന്നെ വേണം നമ്മുടെ ആ ഒരു സെലക്ഷൻ കൊണ്ടുവന്നിട്ട് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ പൂർത്തീകരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ഏരിയ പെയിൻറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലാസോ ടൂൾ പോലെയുള്ള ടൂളുകൾ എടുത്ത് സ്ട്രെയിൻ ചെയ്ത് സെലക്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഒരു സെലക്ഷൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് വളരെ സ്മൂത്തായിട്ട് ആ ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സെലക്ഷൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സെലക്ഷൻ അല്ല, നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ആ ഒരു സെലക്ഷൻ ആ ഒരു ഷേപ്പിൽ നമുക്ക് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കുക, അതിൻ്റെ ഷേപ്പ് നോക്കുക. ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക റാൻഡം രീതിയിൽ ഞാനിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെലക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ആ ഓവർലേ ഗ്രീൻ കളറിലുള്ളതാണ് നമ്മുടെ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സെലക്ഷൻ നമുക്ക് കാണണമെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് വേറൊരു ടൂളിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു സമയത്താണ് നമുക്ക് ആ ഒരു സെലക്ഷൻ നമുക്ക് കാണാനായിട്ട് കഴിയുക. ഇനി അതിൻ്റെ ഓവർലേ തിരിച്ച് കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ സെലക്ഷൻ ബ്രഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഏരിയ ആണ് സെലക്ട് ചെയ്തത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഓവർലേയുടെ കളർ നമുക്ക് വേറൊരു കളറിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഓവർലേ കളർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇഷ്ടം പോലെ കളറുകൾ കിട്ടും. അതിനകത്ത് ഏതെങ്കിലും ഒരു കളർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓവർലേയുടെ കളർ ആ ഒരു കളറിലേക്ക് മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നോക്കാം, എൻ്റെ ഒരു സെലക്ഷൻ ഇവിടെ ഒരു ഷർട്ടിലേക്ക് കയറി വരാനുണ്ട്. അവിടെ കുറച്ചും കൂടെ സെലക്ഷൻ ആവാനുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ ബ്രഷ് എടുത്ത് ഇവിടെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു സ്ഥലവും കൂടെ നമുക്ക് ഫില്ലായി കിട്ടും. ഇനി കുറച്ച് ആ ഷർട്ടിൻ്റെ ഏരിയ കുറച്ചും കൂടെ എനിക്കൊന്ന് സെലക്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ പെയിൻറ്റിങ് അവിടെ ചെയ്ത് കൊടുത്താൽ മതി. മറ്റുള്ള ടൂളുകൾ എടുക്കുന്ന സമയത്ത് ആ ഒരു സെലക്ഷൻ ഇതുപോലെയുള്ള അഡീഷണൽ ആയിട്ടുള്ള ആ സെലക്ഷനുകളും അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സെലക്ഷൻ സബ്ട്രാക്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഈ സെലക്ഷനിൽ നിന്നും ഒരു ഏരിയ നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്ത് കളയണം, കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതേസമയം ഈ ഒരു സെലക്ഷൻ ബ്രഷ് വന്ന സമയത്ത് അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു സെലക്ഷനിൽ പുറത്തേക്ക് നിൽക്കുന്ന ഈ ഒരു പോയിൻ്റ് നമുക്ക് വേണ്ട, ആ ഒരു സെലക്ഷൻ നമുക്ക് വേണ്ട, ഇത്രയും സെലക്ഷൻ മതിയായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സബ്ട്രാക്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പുറത്തേക്ക് നിൽക്കുന്ന ആ ഏരിയ നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. നോക്കുക, എനിക്ക് ഇത്രയും മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും വെച്ചു. അതുപോലെ തന്നെ എനിക്ക് ഈ ഷർട്ടിൻ്റെ താഴേക്കുള്ള ഏരിയ റിമൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് അത് റിമൂവ് ചെയ്യുന്നതിനായിട്ട് നമുക്കിവിടെ വന്നതിന് ശേഷം ആ ഒരു ഏരിയ കൃത്യമായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെലക്ഷൻ നമുക്ക് അവിടുന്ന് റിമൂവ് ആയി കിട്ടും. ഇനി വീണ്ടും ഏതെങ്കിലും ഒരു ടൂളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ സെലക്ഷൻ നമുക്ക് എനേബിൾ ആയിട്ട് കിട്ടും. ഇനി ഈ സെലക്ഷനിൽ നമ്മൾ എന്ത് എഡിറ്റിംഗ് ആണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് എനിക്കിവിടെ കുറച്ച് ലെവൽസ് കുറയ്ക്കണം, അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് എനിക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ
എനിക്കിവിടെ അഡീഷണലായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇവിടെ ഇടാനായിട്ട് സാധിക്കും. ഞാനിവിടെ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഞാനിവിടെ ഇട്ടു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷനുകൾ കാണാൻ പറ്റും. ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് കാണാം. ഇവിടെ ഞാൻ അതിൻ്റെ ബ്രൈറ്റ്നസ് ഒരല്പം കുറയ്ക്കാൻ പോകണം നോക്കുക. അപ്പോൾ ഞാൻ ആ സെലക്ട് ചെയ്ത ഏരിയയിലെ ബ്രൈറ്റ്നസ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാനതൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. നോക്കുക, ആ ഏരിയയിലെ ബ്രൈറ്റ്നസ് ഞാൻ കുറച്ചു. ഇങ്ങനെ നമുക്ക് ഏത് ഏരിയയും പെയിൻറ്റ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്താനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു സെലക്ഷൻ ബ്രഷ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബ്രഷിൻ്റെ ഹാർഡ്നെസ് അല്ലെങ്കിൽ സൈസ് നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാം. എൻ്റെ ബ്രഷിൻ്റെ സൈസ് ഇപ്പോൾ 80 പിക്സലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഹാർഡ്നെസ് ഞാൻ 19% ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനിത് 100%ലേക്ക് എൻ്റെ ഹാർഡ്നെസ് വെച്ചു. അതിനുശേഷം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇപ്പോൾ നല്ല കളറിലാണ് അത് ആ സെലക്ഷൻ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഹാർഡ്നെസ്, ആ ഒരു ബ്രഷിൻ്റെ ഹാർഡ്നെസ് നമ്മൾ ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ആ ഒരു സെലക്ഷൻ ഈ രീതിയിൽ നമുക്ക് വളരെ ഹാർഡായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ആ സെലക്ഷൻ ഒന്ന് എനേബിൾ ആകുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ടൂളിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എനിക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കണം എന്ന് വിചാരിക്കുക. ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് എനിക്കിവിടെ പേസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ Ctrl+C Ctrl+V പ്രസ് ചെയ്യുന്ന സമയത്ത് നോക്കുക, എനിക്കതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് എനിക്കിവിടെ വെക്കാനായിട്ട് സാധിച്ചു. ഇനി ഈ ഒരു പിക്ചറിൻ്റെ എഡ്ജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത് വളരെ ഷാർപ്പായിട്ടാണ് പോയിരിക്കുന്നത്, നല്ല ഹാർഡായിട്ടാണ് പോയിരിക്കുന്നത്. അതേസമയം നമുക്കത് ഫെദർ കൊടുത്ത് നല്ല സ്മൂത്തായ രീതിയിൽ സെലക്ഷൻ ചെയ്ത് കട്ട് ചെയ്യുന്ന പോലെ വരണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ബ്രഷ്, അതായത് സെലക്ഷൻ ബ്രഷ് എടുത്തതിന് ശേഷം നമ്മുടെ ബ്രഷിൻ്റെ ഹാർഡ്നെസ് കുറച്ച് കൊടുക്കുക. അത് നമ്മൾ ഫെദർ കൊടുക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഈ ഹാർഡ്നെസ് കുറച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ അതിൻ്റെ ഒപ്പാസിറ്റി, അതായത് ഈ ഒരു സെലക്ഷൻ നമുക്ക് ഇത്രയും തെളിച്ചം വേണ്ട. ഈ സെലക്ഷന് കുറച്ചൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സെലക്ഷനാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഒപ്പാസിറ്റിയൊക്കെ കുറയ്ക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ചില പേജുകൾ അല്ലെങ്കിൽ ചില പോസ്റ്ററുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒപ്പാസിറ്റി കുറച്ച് ഇടാറുണ്ട് പടങ്ങൾ. ആ രീതിയിൽ നമുക്ക് നമ്മുടെ സെലക്ഷൻ കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒപ്പാസിറ്റിയും ഇവിടുന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചൊന്ന് കുറയ്ക്കുവാണ്. അതിനുശേഷം ഞാൻ ഈ ലെയറിലേക്ക് പോയി, നമ്മുടെ ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് ലെയറിലേക്ക് പോയി. അതിനുശേഷം ഞാനിവിടെ വീണ്ടും ഒരു സെലക്ഷൻ കൊടുക്കുകയാണ്. നോക്കുക, ഞാനിവിടെ ഇങ്ങനെ പുതിയൊരു സെലക്ഷൻ കൊടുത്തു. നോക്കുക, ഇപ്പോൾ ആ സെലക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ Ctrl+C Ctrl+V പ്രസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു സെലക്ഷൻ്റെ കോപ്പി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കോപ്പി അവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ നോക്കുക, ഇതിൻ്റെ എഡ്ജ് നോക്കുക, വളരെ സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്പെറൻസി അല്ലെന്നുണ്ടെങ്കിൽ ഒപ്പാസിറ്റി ഇവിടെ നോക്കുക 54 ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഒപ്പാസിറ്റിയിലേക്ക് നമ്മൾ ഈ മൂവ് ചെയ്ത ഈ ഒരു പോർഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കോപ്പി ചെയ്തെടുത്ത ആ ഒരു പോർഷൻ നോക്കുക, ആ ഒരു പോർഷൻ അതിൻ്റെ എഡ്ജുകളെല്ലാം നല്ല ഷാർപ്പാണ്. അതുപോലെ തന്നെ ആ ഒരു പിക്ചർ 100% ഒപ്പാസിറ്റിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളിവിടെ സെറ്റ് ചെയ്തത് എങ്ങനെയാണോ അതിൻ്റെ ബ്രഷിൻ്റെ ഹാർഡ്നെസ് നമ്മൾ സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പാസിറ്റി നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ഒപ്പാസിറ്റിയും ആ ഒരു ഹാർഡ്നെസ്സിലുമാണ് ഇപ്പോൾ ആ ഒരു സെലക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇമേജ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പെയിൻറ്റ് ചെയ്ത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂളാണ് ഈ സെലക്ഷൻ ബ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂള്. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് എഡിറ്റിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിലും പിന്നീട് നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. അടുത്ത ഒരു ഇമേജ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലും നമുക്ക് ഈ ഒരു സെലക്ഷൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് ഈ ഒരു റോക്കിൻ്റെ ഏരിയ കാണുന്നുണ്ട്. ഈ ഒരു റോക്കിൻ്റെ ഏരിയ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു റോക്കിൻ്റെ ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഏരിയയും എനിക്ക് ഡാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു വിൻഡോ ഈ വീട്ടിൽ കാണുന്ന ഈ ഒരു വിൻഡോ എടുത്ത് കളയണം. അതുപോലെ ഈ ഒരു റൂഫിൻ്റെ കളർ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഓറഞ്ച് യെല്ലോയിഷ് കളറാണ്. അപ്പോൾ ആ ഒരു കളർ കുറച്ചും കൂടി ഒന്ന് ഡെപ്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എനിക്കവിടെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഈ 2 ഏരിയ ഞാനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ സെലക്ഷൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഒരു ഏരിയ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് ഏത് ഏരിയ ആണോ ആ ഏരിയയുടെ ബൗണ്ടറി നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഏരിയ സെലക്ഷൻ ഫില്ലാവുന്നത് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന്
എനിക്ക് ഇവിടെ ഒരു ചതുരത്തിലുള്ള ഒരു ഏരിയ സെലക്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു ചതുരത്തിലുള്ള ഏരിയ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഒന്ന് മൗസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ ഫുള്ള് ഫില്ലാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി അതല്ല, എനിക്കൊരു റൗണ്ടിലുള്ള ഏരിയ ആണ് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ റൗണ്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൗസിൽ നിന്നും ബട്ടൺ റിലീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെലക്ഷൻ ഫില്ലാവുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ എനിക്ക് ഇവിടെ ഈ ഒരു 2 ഏരിയ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആ ഏരിയ ആ ഒരു ബൗണ്ടറി ഞാനിവിടെ കാണിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. നോക്കുക, ആ ഒരു റോക്കിൻ്റെ ബൗണ്ടറി ഞാനിവിടെ കാണിച്ചു കൊടുത്തു. ജസ്റ്റ് ഞാൻ മൗസിൽ നിന്ന് ബട്ടൺ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഫില്ലായി. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഏരിയയായി ഞാൻ കാണിച്ചു കൊടുക്കാൻ പോകണം. എനിക്കൊരു ഇത്ര ഏരിയ ആണ് ഡാർക്ക് ആവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ഞാൻ ബൗണ്ടറി മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ മൗസിൽ നിന്ന് ബട്ടൺ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ അത് ഫില്ലായതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ സെലക്ഷൻ അവിടെ പെയിൻറ്റ് ചെയ്ത് ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ എന്താണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സെലക്ഷൻ എനേബിൾ ആവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തൊരു ബട്ടൺ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ഒരു കർവ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇവിടെ ഇടാൻ പോവുകയാണ്. അതിനുശേഷം ഞാനൊന്ന് ആ ലൈറ്റ് കുറച്ചൊന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നോക്കുക, ഈ ഒരു ലെവലിൽ ഡിക്രീസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഒരു ഏരിയ കൃത്യമായിട്ട് നമ്മൾ ഡാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള സെലക്ഷനും നമുക്ക് ഈ സെലക്ഷൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എനിക്ക് ഈ ഒരു വിൻഡോ എനിക്ക് ഇവിടുന്ന് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലെയർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയറിലേക്ക് വന്നു. അതിനുശേഷം ഈ ഒരു ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെലക്ഷൻ ബ്രഷ് എടുക്കാം. ഒരു ബ്രഷിൻ്റെ വലിപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതാക്കുവാണ്. അതിനുശേഷം എനിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെയും നമുക്കൊരു ചതുരമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ മാറിയിട്ടൊരു സെലക്ഷൻ കൊടുക്കുക. കുറച്ചൊന്ന് പുറത്തേക്ക് മാറി വേണം ആ സെലക്ഷൻ വരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ആ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ ഞാനൊന്ന് കൊണ്ട് മുട്ടിക്കാൻ പോവാണ്. നോക്കുക, അതിനുശേഷം ഞാൻ മൗസ് ബട്ടൺ റിലീസ് ചെയ്യുന്നു. ആ സമയത്ത് ആ ഒരു സെലക്ഷൻ ഫില്ലാവുമെന്ന് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം അതിനെ ഒന്ന് ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നമുക്ക് അവിടെ കണ്ടൻറ് അവെയർ ഫില്ല് കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് കീബോർഡിൽ ഷിഫ്റ്റ് F5 പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കണ്ടൻറ് അവെയർ ഓപ്ഷനാണോ കിടക്കുന്നതെന്ന് നോക്കുക. ഈ ഒരു ലിസ്റ്റിൽ കണ്ടൻസ് എന്നുള്ള ആ ഒരു ലിസ്റ്റിൽ കണ്ടൻറ് അവെയർ ഓപ്ഷനാണോ കിടക്കുന്നതെന്ന് നോക്കുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വിൻഡോ നമ്മൾ ആ ഒരു വുഡ് ഏരിയ ആയിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ഏരിയ, ഈ ഒരു നെയിം ബോർഡ് ഇവിടുന്ന് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത സെലക്ഷൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ആ ഒരു ഏരിയയും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കുക, മൗസിൽ നിന്ന് ഞാൻ റിലീസ് ചെയ്തു. അതിനുശേഷം ആ ഒരു സെലക്ഷൻ നമ്മളൊന്ന് ആക്റ്റീവ് ആക്കി. അതിനുശേഷം നമുക്ക് ഷിഫ്റ്റ് F5 പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് F5 പ്രസ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ എഡിറ്റ് മെനുവിൽ പോയിട്ട് ഇവിടെ ഫില്ലെന്നുണ്ട്, ആ ഒരു ഫില്ല് കൊടുക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോ കിട്ടും. അവിടുന്ന് നിങ്ങളിവിടെ കണ്ടൻറ് അവെയർ ആക്റ്റീവ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയയിൽ നമ്മളവിടെ കണ്ടൻറ് അവെയർ വെച്ചിട്ട് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജനറേറ്റീവ് ഫില്ലും ഉപയോഗിക്കാം. അതുപോലെ കണ്ടൻറ് അവെയറും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഏരിയ എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഒരു റെഡിഷ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും നമ്മുടെ സെലക്ഷൻ ബ്രഷ് എടുത്തു. അതിനുശേഷം ഈ ഒരു ഏരിയ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കുക, അതിൻ്റെ ബോർഡർ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ബോർഡർ മാത്രം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നോക്കുക, ഞാൻ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് മൗസ് റിലീസ് ചെയ്തു. അപ്പോൾ അത് ഇവിടെ പുറത്തേക്ക് കുറച്ചൊക്കെ ഒന്ന് ചാടിപ്പോയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് കാണിച്ചതുകൊണ്ടാണ്. അപ്പോൾ സബ്ട്രാക്റ്റ് എടുക്കുക. സബ്ട്രാക്റ്റ് എടുത്തിട്ട് നമുക്ക് ആ ഒരു സെലക്ഷൻ നമുക്ക് റിഫൈൻ ചെയ്യുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കുക, ഈ ഒരു ഏരിയയും നമുക്ക് റിഫൈൻ ചെയ്യാം. ആ സെലക്ഷൻ ഒന്ന് കൃത്യമാക്കുകയാണ്. സെലക്ഷൻ കൃത്യമാക്കിയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ആക്റ്റീവ് ചെയ്തു. എനിക്ക് ആ കളറാണ് മാറേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഹ്യൂ സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇടുവാണ്. അതിനുശേഷം ഇവിടെ എനിക്ക് ആ സാച്ചുറേഷൻ ഞാനൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കുക, ആ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്ത സമയത്ത് ആ ഒരു ഏരിയയിലെ മാത്രം കളറ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിച്ചു. നോക്കുക, ഞാനൊന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. നോക്കുക, മറ്റൊരു ഇമേജ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇമേജിൽ സെലക്ഷൻ ബ്രഷിൻ്റെ മറ്റൊരു ഉപയോഗം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
ഇവിടെ നമുക്ക് കുറച്ച് ലൈൻ കമ്പികൾ കാണാം. ഈ ഒരു ലൈൻ കമ്പികളിൽ കുറച്ച് ബേഡ്സ് വന്നിരിക്കണം, കുറച്ച് പക്ഷികൾ വന്നിരിക്കണം എന്ന് കരുതുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പക്ഷികൾ എവിടെയൊക്കെയാണ് വന്നിരിക്കേണ്ടത് എന്ന് നമുക്ക് ഈ സെലക്ഷൻ ബ്രഷ് വെച്ചിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു പക്ഷി, ഇവിടെ ഒരു പക്ഷി, ഇവിടെ ഒരു പക്ഷി വേണം, ഇവിടെ ഒരു പക്ഷി വേണം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എവിടെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഏരിയ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്കിവിടെ ജനറേറ്റീവ് ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കോണ്ടെക്സ്റ്റുവൽ ടൂൾ ബാർ ഉണ്ട്. ഈ ഒരു ടൂൾ ബാർ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വിൻഡോയിൽ നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റുവൽ ടാസ്ക് ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ആ ഒരു കോണ്ടെക്സ്റ്റുവൽ ടാസ്ക് ബാർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സെലക്ഷനിൽ എനിക്കൊരു നമ്മുടെ ഇന്ത്യയിലുള്ള കുറച്ച് കാക്കകൾ വന്നിരിക്കണം എന്ന് കരുതുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഴുതി കൊടുക്കുക ഇന്ത്യൻ ബ്ലാക്ക് ക്രോ, ഇന്ത്യൻ ബ്ലാക്ക് ക്രോ എന്ന് ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ജനറേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വരുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കുക, അവിടെ കാക്കകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ 3 ഓപ്ഷനുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് ഏത് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കുന്നതിനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഓപ്ഷൻ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊരു ഇമേജിൽ പല രീതിയിലുള്ള സെലക്ഷനുകൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ ഒരു സെലക്ഷൻ ബ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂള്. അടുത്തതായിട്ട് ഫോട്ടോഷോപ്പിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനറേറ്റ് ഇമേജുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പിൽ ജനറേറ്റ് ഇമേജ് എന്ന് പറയുന്ന കമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ കുറച്ചും കൂടെ വിപുലീകരിച്ചുകൊണ്ട് അഡ്വാൻസ്ഡ് ആക്കിക്കൊണ്ടുള്ള ആ ഒരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലാങ്ക് വിൻഡോയിൽ ഒരു ഇമേജിനെ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ വിൻഡോയിൽ കോണ്ടെക്സ്റ്റുവൽ ടാസ്ക് ബാർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജനറേറ്റ് ഇമേജ് എന്ന് കാണാം. ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ എഡിറ്റ് വിൻഡോയിൽ ജനറേറ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുണ്ട്. ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പുതിയ ബട്ടൺ വന്നിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ നോക്കുക. ഈ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു വിൻഡോ നിങ്ങൾക്ക് കിട്ടും. നേരത്തെയുള്ള ഫോട്ടോഷോപ്പിൽ ഇങ്ങനെയല്ലായിരുന്നു വരുന്നത്. ഇപ്പോൾ നമുക്കിങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഒരു വിൻഡോ കിട്ടും. ഈ ഒരു വിൻഡോയിൽ നമുക്കതിൻ്റെ കണ്ടൻറ്റ് ടൈപ്പ് കൊടുക്കുന്നതിനും സ്റ്റൈൽ കൊടുക്കുന്നതിനും എഫക്ട്സ് കൊടുക്കുന്നതിനും അതിൻ്റെ ആ ഒരു എഫക്ട്സ് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതിനൊക്കെ ആയിട്ടുള്ള വിൻഡോകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഓപ്ഷനുകളൊക്കെ അഡീഷണലായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഓപ്ഷനുകളാണ്. അപ്പോൾ നമുക്കൊരു പുതിയ ഇമേജ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജനറേറ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോക്സിൽ നമുക്ക് പ്രോംപ്റ്റ് എഴുതി കൊടുക്കാം. അതുപോലെ നമുക്കിവിടെ കുറേ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഓരോ ഇമേജും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് പ്രോംപ്റ്റാണ് അവർ കൊടുത്തിരിക്കുന്നതെന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ നിങ്ങൾ ഏത് ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് നമുക്കതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കാണുന്നതിനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ പ്രോംപ്റ്റ് ഏത് രീതിയിലാണ് എഴുതേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ എഴുതിയാൽ എങ്ങനെ നമുക്ക് ഇമേജിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ആ ഒരു എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് ഏത് ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ പ്രോംപ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു ഇമേജിൻ്റെ പ്രോംപ്റ്റ് നമുക്ക് കൊടുത്തു നോക്കാം. എനിക്ക് ഇവിടെ ഒരു ഫോറസ്റ്റ് വേണം. ആ ഒരു ഫോറസ്റ്റിൽ വേരിയസ് കൈൻഡ്സ് ഓഫ് മഷ്റൂംസ് വേണം. അതായത് കൂണുകൾ, പലതരത്തിലുള്ള കൂണുകൾ നിൽക്കുന്ന ഒരു തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റ് എനിക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എഴുതി കൊടുക്കാനായിട്ട് പോവുകയാണ് എ തിക്ക് ഫോറസ്റ്റ് വിത്ത് വേരിയസ് മഷ്റൂംസ്. എ തിക്ക് ഫോറസ്റ്റ് വിത്ത് വേരിയസ് മഷ്റൂംസ് എന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് 2 രീതിയിൽ അതിൻ്റെ കണ്ടൻറ്റ് ടൈപ്പുകൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് ആർട്ടെന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് ടൈപ്പ്, അതായത് നമുക്ക് പെയിൻറ്റിങ് പോലെ വരച്ച രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുക. അതല്ല നമുക്ക് ഫോട്ടോയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ റെഫറൻസ് ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് വരേണ്ട ആ ഒരു ഇമേജിൻ്റെ ഒരു റെഫറൻസ്, അതായത് ഏത് ഇമേജ് പോലെയാണ് അത് വരേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനായിട്ടുള്ളൊരു ഓപ്ഷനും കൂടെ തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ എഫക്ട്സ് എന്ന് കാണാം. എഫക്ട്സിൽ നമുക്ക് കുറേ എഫക്ട്സുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ഏതെങ്കിലും ഒരു എഫക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഇവിടെയുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത്രയും ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഞാനിവിടെ ജനറേറ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് 3 ഓപ്ഷനുകൾ ഇവിടെ വരും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കുക, ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ആ പ്രോംപ്റ്റിനനുസരിച്ച് എനിക്കൊരു തിക്ക് ഫോറസ്റ്റ് വന്നിട്ടുണ്ട്. വേരിയസ് കൈൻഡ്സ് ഓഫ് മഷ്റൂംസ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിനുള്ള 3 ഓപ്ഷനുകൾ എനിക്കിവിടെ
കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇമേജ് എനിക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. 3 നല്ല ഇമേജായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏത് ഇമേജാണോ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയത് ആ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഇമേജിനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജനറേറ്റ് ചെയ്തു വരുന്ന ഇമേജുകൾക്ക് കുറച്ചും കൂടെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനും കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഇമേജ് ശ്രദ്ധിക്കുക. ഈ ഒരു ഇമേജിൽ നമുക്ക് ആ ഷർട്ട് മാറ്റിയിട്ട് അവിടെ ഒരു സ്യൂട്ട്, ഒരു കോട്ട് വേണം എനിക്ക്. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ മേക്ക് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമുക്ക് സ്യൂട്ട് ഇടേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് ആ ഒരു സ്യൂട്ട് നമുക്ക് എങ്ങനെ അവിടെ കൊണ്ടുവരാം, ആ കൊണ്ടുവരുന്ന ആ ജനറേറ്റ് ചെയ്യുന്ന ആ സ്യൂട്ടിൻ്റെ ക്വാളിറ്റി എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സെലക്ഷൻ ബ്രഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്രഷ് എടുത്തതിന് ശേഷം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. നോക്കുക, എനിക്ക് ഇത്രയും ഏരിയ ആണ്, അത് ഷർട്ട് മൊത്തം എനിക്ക് മാറണം. എന്നിട്ട് അവിടെ എനിക്ക് വേണ്ടത് സ്യൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ജനറേറ്റീവ് ഫില്ലിൽ വന്നതിന് ശേഷം ഇവിടെ എഴുതി കൊടുക്കുകയാണ്. വെറുതെ സ്യൂട്ടെന്ന് കൊടുത്തു, അതിനുശേഷം ജനറേറ്റ് എന്ന് കൊടുത്തു. നോക്കുക, നമുക്ക് 3 ഓപ്ഷനുകൾ ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആ 3 ഓപ്ഷനുകൾ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നത് സ്യൂട്ടായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അയാൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെ ചെരിഞ്ഞ രീതിയിലാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫോട്ടോ ഒന്ന് നേരെയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ക്രോപ്പ് ടൂൾ എടുക്കാം. അതിനുശേഷം ആ ഒരു ഫോട്ടോയെ നമുക്ക് കറക്റ്റ് അതിനെ ഒന്ന് ലെവൽ ചെയ്യാം. അതിനുശേഷം ക്രോപ്പ് ടൂൾ ഫിക്സ് ചെയ്യാം. ഇനി ബാക്കിയുള്ള ഏരിയ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയാം. നമുക്കൊരു ഏകദേശം ഒരു ഇത്രയും മതി. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഇത്രയും ഏരിയ മതി. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ഞാനൊന്ന് ക്രോപ്പ് ചെയ്യാൻ പോവാണ്. നോക്കുക, ആ ഒരു ഏരിയയിലേക്ക് ഞാൻ അതിനെ ക്രോപ്പ് ചെയ്തു. ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിൻ്റെ മെഷർമെൻറ്റിലേക്ക് നിങ്ങൾക്ക് എടുത്ത് വെച്ചതിന് ശേഷം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്ന് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ക്വാളിറ്റിയിലല്ല ഈ ഒരു നമ്മുടെ കോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആ കോട്ടിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു ബട്ടൺ നമുക്കിവിടെ വന്നിട്ടുണ്ട്. നോക്കുക, നമ്മൾ ഈ സെക്കൻഡ് ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. ഈ ഓപ്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ടുള്ള ഈ ഒരു ബട്ടൺ ശ്രദ്ധിക്കുക. ഈ ഒരു ബട്ടണാണ് നമുക്ക് എൻഹാൻസിങ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ. എൻഹാൻസിങ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ജനറേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആ ഇമേജിൻ്റെ ഡീറ്റെയിൽ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുക, അല്ലെങ്കിൽ ക്വാളിറ്റി കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ബട്ടൺ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു അപ്ഡേഷനിലാണ് ആ ഒരു ബട്ടൺ കൂടി ഇവിടെ വന്നിരിക്കുന്നത്. ഫോട്ടോയുടെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണുന്ന ഈ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബോക്സ് കാണാനായിട്ട് സാധിക്കും. എൻഹാൻസിങ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോക്സ് കാണാം. അവിടെ നമ്മുടെ ആ ഒരു ഫോട്ടോയുടെ നമ്മൾ ജനറേറ്റ് ചെയ്ത ആ ഒരു പോർഷൻ്റെ ആ ഒരു ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുവാണ്. അതായത് അവിടുത്തെ ആ ഒരു ഡീറ്റെയിൽ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഒരു ഏരിയയിലെ ഡീറ്റെയിൽ ഇൻക്രീസ് ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കുക, ആ എൻഹാൻസിങ് ഡീറ്റെയിൽ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ആ കോട്ടിൻ്റെയൊക്കെ ക്വാളിറ്റി ഇൻക്രീസ് ആയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഞാൻ പഴയ ആ ഒരു ക്വാളിറ്റി കാണിച്ചു തരാം. നോക്കുക, ഇതായിരുന്നു ആ ഒരു പഴയ ക്വാളിറ്റി. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, അതിൻ്റെ ആ ഒരു നൂല് ഇഴകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അതിൻ്റെ ഡീറ്റെയിൽ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഫോട്ടോഷോപ്പിലേക്ക് പുതിയതായിട്ട് ആഡായി വന്നിരിക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൂളാണ്. ഇത് നേരത്തെ ഫോട്ടോഷോപ്പ് ബീറ്റയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് നമ്മുടെ ഫോട്ടോഷോപ്പ് ആക്റ്റീവ് വെർഷനിലേക്ക് അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാനലിൽ നിന്നും പല തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾക്ക് ഒരു ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ കർവ്സ്, ലെവൽസ്, അതുപോലെ തന്നെ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ, ഇതുപോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് നമ്മൾ ഇവിടുന്ന് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഓട്ടോമാറ്റിക്കായിട്ടൊരു ലെയർ വരികയും നമ്മളവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയും ആ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എവിടെയെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ ഒരു മാസ്കിനെ റിവേഴ്സ് ചെയ്തതിന് ശേഷം
അത് നമുക്ക് വേണ്ട സ്ഥലത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുത്ത് റിവീൽ ചെയ്യുന്നൊക്കെ ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ചും കൂടെ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോയിലേക്ക് എഡിറ്റിംഗ് സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് അപ്ലൈ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ടൂളാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂള്. നമുക്ക് എവിടെയാണോ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തേണ്ടത് ആ ഒരു സ്ഥലത്ത് നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഈ ലെയർ പാനലിൽ നമ്മൾ കാണുന്ന ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്കിവിടെ ഓപ്ഷൻസ് ബാറിൽ ലിസ്റ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ ഫോട്ടോയിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തേണ്ടത് അവിടെ നിങ്ങളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് ഈ ഒരു സീറ്റിൻ്റെ ഈ ഒരു സൈഡ് എനിക്ക് കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഏരിയയിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഈ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നോക്കുക, ഇവിടെ കെർവ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വന്നിട്ടുണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് മുകളിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഏത് ഏരിയ ആണോ പെയിൻറ്റ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിലോട്ടായിരിക്കും നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് അപ്ലൈ ആവുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ സീറ്റിൻ്റെ സൈഡാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ ബ്രൈറ്റ്നെസ്സിൽ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഡീഫോൾട്ടായിട്ട് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. ആ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇവിടുന്ന് ഓൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ നോക്കുക, ഞാൻ ആ പെയിൻറ്റ് ചെയ്ത് കൊടുത്ത സ്ഥലത്ത് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയോ ഡിക്രീസ് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പം എനിക്ക് അവിടെ കുറച്ച് ഡാർക്ക്നെസ് ആണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കെർസിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കവിടെ ആ ഒരു ഏരിയ ലോക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് ലോക്കൽ ഏരിയകളിൽ നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്ഥലത്ത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം എനിക്കൊരു കുറച്ച് ബ്രൈറ്റ്നസ് ആണ് അവിടെ കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്രൈറ്റ്നസ് അവിടെ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതേ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തും വരണമായിരുന്നു എന്ന് കരുതുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടയറിൽ എനിക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കണം, ഇവിടെ ഒരു കുറച്ചൊന്ന് ബ്രൈറ്റ്നസ് ആക്കണമായിരുന്നു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റാണോ ചെയ്തത് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ടേക്കും കൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അത്ര ഏരിയയിൽ ബ്രൈറ്റായി മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമ്മൾ ആ പെയിൻറ്റ് ചെയ്ത് കൊടുത്ത ഏരിയ നമുക്കൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ മുകളിൽ ആ ഒരു ഓപ്ഷൻ ബാറിൽ വന്നതിന് ശേഷം ഓവർലേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ആ ഒരു പെയിൻറ്റ് ചെയ്ത് കൊടുത്ത ഏരിയ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി എനിക്ക് വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന അതേ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നുകൊണ്ട് എനിക്ക് സ്വിച്ച് ചെയ്യാനും സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഇവിടെ കർവ്സ് എടുത്തു. ഈ കർവ്സ് എടുത്തതിന് ശേഷം എനിക്കിവിടെ ഒരു ഹ്യൂ സാച്ചുറേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണമായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണമായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എനിക്ക് അവിടെ കൊണ്ടുവരണമായിരുന്നു എന്ന് നിങ്ങൾ കരുതുക. എനിക്ക് കർവ്സ് അല്ലായിരുന്നു, എനിക്കവിടെ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആയിരുന്നു വരേണ്ടത് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ഈ ഒരു ലെയേഴ്സ് പാനൽ വന്നതിന് ശേഷം ഇവിടെ പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇടുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം ഈ ഒരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ കർവ്സ് ലെയർ നമുക്ക് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറുകളിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ കർവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഈ കോണ്ടെക്സ്ച്വൽ ടൂൾ ബാറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് എനിക്ക് നേരെ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന അവസരത്തിൽ നമ്മുടെ ഈ കർവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നേരെ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ നോക്കുക, ഈ ലെയർ പാനലിൽ നോക്കുക. നേരെ നോക്കിക്കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് അത് സ്വിച്ച് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സ്വിച്ചിങ് അഡ്ജസ്റ്റ്മെൻറ്റ് നേരത്തെ നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അതും ഒരു പുതിയ ഒരു അപ്ഡേറ്റ് ആയിട്ട് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ടൂളിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഇവിടെ ഞാൻ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇട്ടു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിൽ അതിൻ്റെ ബ്രൈറ്റ്നസ്സോ കാര്യങ്ങളോ ഒക്കെ കോൺട്രാസ്റ്റോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതുപോലെ സ്വിച്ച് ചെയ്യാതെ തന്നെ നമുക്കൊരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം എന്ന് കരുതുക. പുതിയൊരു ഹ്യൂ സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എനിക്കിതിനകത്തേക്ക് ആഡ് ചെയ്യണം എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ കോണ്ടെക്സ്ച്വൽ ടൂൾ ബാറിൽ തന്നെ നമുക്കിവിടെ ആഡ് ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹ്യൂ സാച്ചുറേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, ഈ ലെയേഴ്സ് പാനലിൽ അതൊരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് എവിടെയാണോ മാറ്റം വരുത്തേണ്ടത്, ഇപ്പോൾ എനിക്ക് ഈ റെഡ് കളറിലുള്ള ഈ ടാങ്കിൻ്റെ കളർ എനിക്കൊന്ന് മാറ്റണം. ഇവിടെ ഓവർലേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്താണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഓവർലേ കളറിൽ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്.
എനിക്ക് ഈ ടാങ്കിൻ്റെ കളറാണ് മാറ്റേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ആ ഒരു കളർ നിങ്ങൾക്ക് എവിടെയാണോ ചേഞ്ച് വരുത്തേണ്ടത് ആ ഏരിയ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഓവർലേ ഓഫ് ചെയ്യാം. നമുക്ക് ആ പെയിൻറ്റ് ചെയ്ത ഏരിയ ഏതാണെന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓവർലേ കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഹ്യൂ സാച്ചുറേഷനിൽ വന്നതിന് ശേഷം ഏത് കളറിലേക്കാണോ സ്വിച്ച് ചെയ്യേണ്ടത് ആ ഒരു കളറിലേക്ക് നമുക്ക് ഇവിടുന്ന് സ്വിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എനിക്ക് ഈ കളർ മതി എന്നുണ്ടെങ്കിൽ ഞാൻ ആ കളറിലേക്ക് എനിക്ക് ഹ്യൂ സാച്ചുറേഷൻ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി എനിക്ക് ഈ ഇമേജിൻ്റെ ഈ താഴത്തെ വശം കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ അവിടെ ഇടാൻ പോവുകയാണ്. കെർസ് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഞാനിവിടെ ആഡ് ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം കെർസ് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഞാൻ അവിടെ ഇട്ടു. ഇവിടെ നോക്കുക, ഇവിടെ ഡീഫോൾട്ടായിട്ടൊരു വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റീസെറ്റായിട്ട് വരും. അതിനുശേഷം നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഏരിയയിൽ ആദ്യം നിങ്ങൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ ഈ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ഏരിയ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഓവർലേ ഒന്ന് ഓണാക്കി ഇടുക. അതിന് ശേഷം നിങ്ങൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ എനിക്ക് ഈ ഏരിയ ആണ് കുറച്ചൊന്ന് ഡാർക്കാക്കി കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ആ ഏരിയ ഒന്ന് ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഞാനത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഓവർലേ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു കെർസ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ അതിനെ നമുക്ക് കുറച്ചൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോക്കാം, ഞാനവിടെ ഒരു കുറച്ച് ഡാർക്ക്നെസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹ്യൂ സാച്ചുറേഷൻ ചെയ്ത ആ ഒരു ടാങ്കിൻ്റെ കളറ് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പിക്ചർ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചില സ്പെസിഫിക് ഏരിയകൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതിനായിട്ട് പുതിയതായിട്ട് വന്നിരിക്കുന്ന ടൂളാണ് ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ടൂള്. ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമുക്ക് ഈ എൻറ്റയർ സബ്ജക്റ്റ് ആയിരുന്നു നമുക്ക് സെലക്ട് ചെയ്തിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് കരുതുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഫോട്ടോയിലെ ഒരു സബ്ജക്റ്റിനെ മാത്രം പെട്ടെന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തുന്നതിനും നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കോണ്ടെക്സ്ച്വൽ ടാസ്ക് ബാറിലുള്ള അപ്ലൈ ടു ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അപ്ലൈ ടു ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കെർസ് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഓബ്ജക്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ആ ഓബ്ജക്റ്റിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താലും മതി. ഇപ്പോൾ ഞാനിവിടെ ഈ ഓബ്ജക്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നോക്കുക, നമ്മുടെ ആ ഓബ്ജക്റ്റിലേക്ക് ഏത് അഡ്ജസ്റ്റ്മെൻറ്റ് ആണോ നമ്മൾ സെലക്ട് ചെയ്തത് ആ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിരിക്കുകയാണ്. ഇനി അത് നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, അതിൻ്റെ ലൈറ്റൊക്കെ കൃത്യമായിട്ട് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ലൈറ്റ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ലൈറ്റ് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ രീതിയിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കർവ്സ് അല്ല നമുക്ക് വേണ്ടത്, ലെവൽസ് ആയിരുന്നു വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വീണ്ടും നമുക്കതിനെ സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണോ അവിടെ വരുത്തേണ്ടത് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടുന്ന് വരുത്താനായിട്ട് സാധിക്കും. ഇത് നമ്മളിപ്പോൾ ആ ഒരു എൻറ്റയർ സബ്ജക്റ്റിലേക്കാണ് നമ്മൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയത്. ഈ ഒരു അപ്ലൈ ടു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ട് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ വരുത്തിയത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ഫോട്ടോയിലെ എൻറ്റയർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിലേക്കും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്താനായിട്ട് സാധിക്കും. വൺ മോർ സബ്ജക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റിലേക്കാണ് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരേണ്ടത് ആ സബ്ജക്റ്റ് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിലേക്ക് നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുന്നതിനായിട്ട് സാധിക്കും. അടുത്തായിട്ട് ഫോട്ടോഷോപ്പിൻ്റെ കോണ്ടെക്സ്ച്വൽ ടൂൾ ബാറിൽ വന്നിരിക്കുന്ന പുതിയ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ഷേപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ടൂൾ ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു ടൂള് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ സെറ്റിങ്സുകൾ ഈ ഓപ്ഷൻ ബാറിൽ നിന്ന് നമുക്ക് മാറ്റാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കോണ്ടെക്സ്ച്വൽ ടൂൾ ബാറിൽ അതിൻ്റെ അഡീഷണൽ സെറ്റിങ്സ് നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ആ ഒരു ഫീച്ചറും കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലെ ഫില്ല് മാറ്റണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ഫിൽ കളർ നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ നമുക്കതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ചേഞ്ച് ചെയ്യണം, പുതിയൊരു ഔട്ട്ലൈൻ നമുക്ക് കൊടുക്കാം. അതുപോലെ അതിൻ്റെ വിഡ്ത്ത് നമുക്ക് ഇവിടുന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു സ്ട്രോക്കിൻ്റെ വിഡ്ത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു വിഡ്ത്ത് നമുക്ക് ഇവിടുന്ന് അറേഞ്ച് ചെയ്യാം. അതുപോലെ ഈ ഒരു ലൈനിൻ്റെ സ്റ്റൈല് നമുക്ക് ഇവിടുന്ന്
മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ അതിൻ്റെ കോർണർ റേഡിയസ്, അതായത് ഈ 4 കോർണറും ഇപ്പോൾ പോയിൻ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതിനെ നമുക്കൊന്ന് റൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര റേഡിയസിലാണ് നമുക്ക് റൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു 10 ഇട്ട് കൊടുത്തു. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 10 പിക്സൽസ് ഓരോ കോർണറും റൗണ്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി എനിക്കതല്ല, എനിക്ക് കുറച്ചും കൂടെ ഒന്ന് റൗണ്ട് ചെയ്യണമായിരുന്നു. ഞാനിവിടെ ഒരു 50 എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നോക്കുക, ഇപ്പോൾ 4 കോർണറും 50 റൗണ്ട് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഈ 2 കോർണറും ഇങ്ങനെ റൗണ്ട് ചെയ്തിരുന്നോട്ടെ, എനിക്ക് ഈ 2 കോർണറും റൗണ്ട് ചെയ്യണ്ട എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ നോക്കുക, ഇപ്പോൾ എല്ലാ കോർണറിലും 50 പിക്സൽസ് ആണ് കിടക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഈ ഒരു കോർണറിൽ എനിക്ക് റൗണ്ട് ചെയ്യണ്ട, അതുപോലെ തന്നെ ഈ താഴത്തെ ഒരു കോർണറിലും റൗണ്ട് ചെയ്യണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഒരു കോർണറിൻ്റെ റേഡിയസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അവിടെ 0 ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഈ ഒരു ടോപ്പ് കോർണറിൽ ഒന്നാമത്തെ കോർണറിൻ്റെ വാല്യൂ ഞാൻ 0 ആക്കി. അതുപോലെ തന്നെ ഇവിടെ താഴത്തെ കോർണർ രണ്ടാമത്തെ കോർണറിൻ്റെ വാല്യൂ ഞാൻ 0 ആക്കി, പിക്സൽസ് 0 ആക്കി കൊടുക്കുന്നു. നോക്കുക, ആ 2 കോർണറും ഇപ്പോൾ പോയിൻറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ആ ഒരു കോർണർ റേഡിയസ് എടുത്തു കളഞ്ഞു. ഇനി എനിക്ക് ഈ ഒരു കോർണറും കൂടെ എനിക്ക് റൗണ്ട് ചെയ്യണമായിരുന്നു. എനിക്ക് ഈ ഒരു കോർണർ മാത്രം പോയിൻ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു കോർണറിൽ ടോപ്പ് കോർണറിൽ ഞാനൊരു 50 ഇട്ട് കൊടുത്തു. താഴെ നോക്കുക, താഴെ മാത്രമാണ് ഇപ്പോൾ പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഏത് രീതിയിലും നമുക്കതിനെ ആ കോർണർ റേഡിയസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യുക. ഇവിടെ നോക്കുക, ഈ ലെയറിൽ റെക്റ്റാങ്കിൾ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ലെയർ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കോപ്പി എടുക്കുന്ന സമയത്ത് നോക്കാം, അതിൻ്റെ ഒരു കോപ്പി ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെ ഒന്ന് മൂവ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഒരു കോപ്പി ഇവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കോപ്പി എടുക്കുന്നതിനായിട്ടുള്ള ഒരു ബട്ടനാണ് ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ കോണ്ടക്സ്ച്വൽ ടൂൾ ബാറിൽ പുതിയ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഷേപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിങ്സും അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു ഒബ്ജക്റ്റിനെ ഫ്ലിപ്പ് ചെയ്യുന്നതിനും റൊട്ടേറ്റ് ചെയ്യുന്നതിനുമുള്ള ബട്ടണുകളും നമുക്കിപ്പോൾ കോണ്ടക്സ്ച്വൽ ടൂൾ ബാറിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു ബോട്ടിൽ ഒന്ന് സെലക്ട് ചെയ്യണം, അപ്പോൾ അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കോണ്ടക്സ്ച്വൽ ടൂൾ ബാറിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ബട്ടനാണ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ട്രാൻസ്ഫോം ചെയ്യുന്നതിനായിട്ടുള്ള നോഡുകൾ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നേരെ കോണ്ടക്സ്ച്വൽ ടൂൾ ബാറിൽ വന്നതിന് ശേഷം അതിനെ ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഫ്ലിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്കൊന്ന് തിരിക്കണം, ഒന്ന് ഫ്ലിപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അതിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫ്ലിപ്പ് ബട്ടണുകൾ വന്നിട്ടുണ്ട്. ഫ്ലിപ്പ് ഹൊറിസോണ്ടലായിട്ടാണ് നമുക്ക് ഫ്ലിപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതേസമയം വെർട്ടിക്കലായിട്ടാണ് നമുക്ക് ഫ്ലിപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബട്ടണുകൾ കൂടെ നമുക്ക് കോണ്ടക്സ്ച്വൽ ടൂൾ ബാറിൽ പുതിയതായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫോട്ടോഷോപ്പിലെ അടുത്ത ഒരു അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ റെഡിയാക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് ഓബ്ജക്ട്സുകളെ നമ്മൾ പ്ലേസ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ട്രാവൽ വിത്ത് എ പർപ്പസ് എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു എഫക്റ്റൊക്കെ കൊടുത്ത് ഒരു സ്ട്രോക്കൊക്കെ കൊടുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അതിൻ്റെ ഫോണ്ടൊക്കെ വേറൊരു രീതിയിലാക്കിയിട്ട് നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു ലോഗോ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ഒരു ലോഗോ നമുക്ക് വീണ്ടും വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഒരു ഫയലാക്കിയിട്ട് സേവ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പോസ്റ്ററിലെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഒരു വർക്കിലെ ഓബ്ജക്ട്സുകളെ അല്ലെന്നുണ്ടെങ്കിൽ അസറ്റുകളെ നമുക്ക് ഫയലുകളാക്കി സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ആ ഒരു ഡോക്യുമെൻറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഈ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് നമുക്കൊരു ഫയലാക്കി സേവ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഇമേജ് നമുക്കൊന്ന് ഒരു ഫയലാക്കി സേവ് ചെയ്ത് വെക്കണം. അതുപോലെ ഈ ഒരു ഇമേജ് നമുക്കൊരു ഫയലാക്കി സേവ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ബ്രഷിൻ്റെ സ്ട്രോക്ക് നമ്മൾ കാണുന്നുണ്ട്, ഒരു വൈറ്റ് സ്ട്രോക്ക് നമ്മളിവിടെ കാണുന്നുണ്ട്. ആ ഒരു സ്ട്രോക്കും എനിക്ക് ഫയലായിട്ട് സേവ് ചെയ്ത് വെക്കണം എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫയലിൽ പോവുക. അതിനുശേഷം ഓട്ടോമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് പോവുക. അവിടെ ജനറേറ്റർ പ്ലഗിൻസ് എന്ന് കാണാം. ജനറേറ്റർ പ്ലഗിൻസിൽ ഇമേജ് അസറ്റ്സ് എന്നുള്ള ഈ ഒരു ബട്ടൺ ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ ഫയൽ ഓട്ടോമേറ്റ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ജനറേറ്റർ പ്ലഗിൻസ് എന്നുള്ളത് ഒരു ഗ്രേ ആയിട്ടായിരിക്കും കാണിക്കുക, ഇനാക്റ്റീവ് സ്റ്റേറ്റിലായിരിക്കും കിടക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എഡിറ്റ് മെനുവിൽ വന്നതിന് ശേഷം പ്രിഫറൻസസിൽ വരിക. അതിനുശേഷം പ്ലഗിൻസിലേക്ക് പോവുക. പ്ലഗിൻസിലേക്ക് പോയതിന് ശേഷം ഇവിടെ എനേബിൾ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ഓൺ ആക്കി കൊടുക്കുക. അതിന് ശേഷം വേണം ഫയലെടുത്ത് ഓട്ടോമേറ്റിലേക്ക് പോയതിന് ശേഷം ജനറേറ്റർ പ്ലഗിൻസിൽ വന്നതിന് ശേഷം ഇമേജ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ഓൺ ആക്കി കൊടുക്കുക.
അതിനുശേഷം എനിക്ക് ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടെക്സ്റ്റിനെ ഒരു ഫയലാക്കി എനിക്ക് സേവ് ചെയ്ത് വെക്കണം. ഒരു PNG ഫയലായിട്ട് എനിക്ക് സേവ് ചെയ്ത് വെക്കണമെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലെയറിലേക്ക് നമ്മൾ ആദ്യം പോവുക. ഇവിടെ നോക്കുക, ഈ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലെയർ ഇവിടെ കിടപ്പുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റിനെ ഇവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ അതിൻ്റെ കൂടെ travel.png എന്ന് കൊടുത്തു. എനിക്ക് PNG ഫയലായിട്ടാണ് അത് സേവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഡോട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് PNG എന്നാണ് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് JPG ഫയലാണ് അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഫോർമാറ്റിലേക്കാണ് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. JPG ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് JPG എന്ന് കൊടുക്കാം. എനിക്ക് ഇവിടെ PNG ആയതുകൊണ്ടാണ് ഞാനിവിടെ PNG എന്ന് കൊടുത്തത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് എൻ്റർ കീ പ്രസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പോസ്റ്റർ എവിടെ നിന്നാണോ ഓപ്പൺ ചെയ്തത് അവിടെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോസ്റ്ററാണ് ഞാൻ അവിടെ ഓപ്പൺ ചെയ്തത്. ഇവിടെ ട്രാവൽ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫോൾഡർ തന്നെ ക്രിയേറ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, travel.png എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടെക്സ്റ്റ് ഒരു ഫയലായി മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി എനിക്ക് ആ ഒരു ഇമേജുകളെ കൂടി ഇങ്ങനെ ഫയലുകളാക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ ലെയറിലേക്ക് പോവുക. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം 2 people എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ആ ലെയറിലേക്ക് ഞാൻ പോകുന്നു. അതിനുശേഷം ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ .png എന്ന് ഇട്ട് കൊടുക്കുന്നു. .png എന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ആ ഒരു സമയത്ത് നമുക്കിവിടെ അസറ്റ്സിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു ഇമേജും കൂടെ ഫയലായിട്ട് മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഒരു ഇമേജും കൂടെ, ഈ ഒരു ഇമേജും കൂടെ എനിക്ക് അങ്ങനെ ചെയ്യണം. ഇതെനിക്ക് JPG ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഫയൽ നെയിമിന് ശേഷം ഡോട്ട് ഇടുക. ഡോട്ട് ഇട്ടതിന് ശേഷം JPG എന്ന് കൊടുക്കുക. JPG എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോക്കുക, അത് JPG ഫയലായിട്ട് ഇവിടെ സേവ് ആയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി എനിക്ക് ഈ ഒരു ബ്രഷ് സ്ട്രോക്ക് എനിക്കൊന്ന് സേവ് ചെയ്യണം, ഒരു PNG ഫയലായിട്ട് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ ബ്രഷ് സ്ട്രോക്കിൽ വന്നതിന് ശേഷം ഞാനിവിടെ കൊടുക്കുകയാണ് .png എന്നിട്ട് കൊടുത്തു. എൻ്റർ കീ പ്രസ് ചെയ്തു. അതിനുശേഷം ആ ഫോൾഡറിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബ്രഷ് സ്ട്രോക്ക് ഇവിടെ സേവായി വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലെയേഴ്സിനെ നമുക്ക് പെട്ടെന്ന് ഫയലുകളാക്കി സേവ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാനിപ്പോൾ പറഞ്ഞ ജനറേറ്റർ പ്ലഗിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഏതെങ്കിലും ഒരു ഫയൽ നമുക്ക് അങ്ങനെ സേവ് ചെയ്ത് വെക്കണ്ടായിരുന്നു എന്ന് കരുതുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സ്റ്റൻഷൻ അങ്ങ് റിമൂവ് ചെയ്താൽ മതി. ഇപ്പം brush.png എന്നുള്ളതിൻ്റെ ആ എക്സ്റ്റൻഷൻ ഞാനിങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഫോൾഡറിൽ പോയി നോക്കുക, ആ ബ്രഷ് സ്ട്രോക്ക് അവിടുന്ന് റിമൂവ് ആകുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചറും കൂടെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫയലുകളിൽ നമ്മൾ ചില സമയത്ത് പാരഗ്രാഫുകൾ ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഫീച്ചേഴ്സൊക്കെ കാണിക്കുന്നതിനായിട്ട് താഴെയായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ എഴുതാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ബുള്ളറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ നമ്പറിംഗ് ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമുക്കിവിടെ പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാബിൽ പുതിയതായിട്ട് നമുക്ക് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് കൊടുക്കുന്നതിനായിട്ടുള്ള ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എവിടെയാണ് ആ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് കൊടുക്കേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം Ctrl+T പ്രസ് ചെയ്യുക. Ctrl+T പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ക്യാരക്ടർ ആൻഡ് പാരഗ്രാഫ് എന്നുള്ള ആ ഒരു പാനൽ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാബിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ബുള്ളറ്റാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹെഡിങ് വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ താഴെ നമുക്ക് ഈ ബുള്ളറ്റ്സ് ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ബുള്ളറ്റ് വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി അതല്ല നമ്പറിംഗ് ആണ് നമുക്ക് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ ക്ലിക്ക് ചെയ്യുക. നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിംഗ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആവുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചറും കൂടെ നിങ്ങൾ ഫോട്ടോഷോപ്പിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോഷോപ്പിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങളായിട്ട് പറയാനായിട്ടുള്ളത്. ചാനൽ പുതിയതായിട്ട് കാണുന്നവർ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അവിടെയുള്ള ആ ഒരു ബെൽ ബട്ടണും കൂടെ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.